പ്രിയപ്പെട്ടവരെ, ഞാൻ എൻ്റെ പ്രേക്ഷകരോട് റിക്വസ്റ്റായിട്ട് അതിപ്പം വന്നത്, ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, ഒരപേക്ഷയാണ്. കാരണം നമ്മളെ പാർട്ടിയെ രക്ഷിക്കേണ്ട ബാധ്യത നമുക്കുണ്ട്. അതുകൊണ്ടാണ് കോൺഗ്രസിയുടെ നിലനിൽക്കണ്ടേ. അപ്പോൾ ഈ സ്റ്റേറ്റ് യൂത്ത് കോൺഗ്രസ് പ്രസിഡൻറ്റിൻ്റെ OJ ജനീഷ, ആ പുള്ളിക്കാരനെ അറിയുന്ന ആരെങ്കിലും എൻ്റെ ഫ്രണ്ട് ലിസ്റ്റിലുണ്ടെങ്കിലോ അല്ലെങ്കിൽ വ്യക്തിപരമായിട്ട് ആർക്കെങ്കിലും എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ആർക്കെങ്കിലും അദ്ദേഹത്തെ അറിയാണെങ്കിലോ അദ്ദേഹത്തിനൊന്ന് ടെലിഫോൺ ചെയ്തിട്ട് അല്ലെങ്കിൽ നേരിട്ട് ബന്ധപ്പെട്ടിട്ടോ, ഒരു കുരച്ച് നടക്കുന്ന ഒരു സ്ത്രീയുണ്ട്, അതിനൊന്ന് എത്രയും പെട്ടെന്നൊന്ന് പുറത്താക്കാൻ വേണ്ടി പറയണം. എന്താ അതിൻ്റെ പേര്, ഷഹനാസ എന്നൊക്കെ പറഞ്ഞിട്ടാണ്. ഇതുവരെ ഒരു പാർട്ടീൻ്റെ സമര പോരാട്ടത്തിലോ കാര്യത്തിലോ എവിടെയും നമ്മളാരും കണ്ടിട്ടില്ല. പോട്ടെ, എന്തോ ആവട്ടെ. പക്ഷെ ഇപ്പം പാർട്ടിക്ക് നേരെ ഇങ്ങനെ കുരച്ചുകൊണ്ട് നടക്കുന്നുണ്ട്. കാരണം പറയുന്നത് രാഹുൽ മാക്കൂട്ടത്തിനേരെ ആണെങ്കിൽ പോലും അത് ഏറിക്കൊള്ളുന്നത് മുഴുവൻ ഈ നമ്മുടെ പ്രസ്ഥാനത്തിനാണ്. മനസ്സിലായ? അതുകൊണ്ട് ആ ചാവാലി പറ്റി എത്രയും പെട്ടെന്ന് ഇത് പൊക്കോട്ടെ, ഇതിൽ നിന്ന് എടുത്ത് കളയാം, പിന്നെ കുറച്ച് നടന്നോട്ടെ, അതിന് കുഴപ്പമൊന്നുമില്ല. അത് പിന്നെ അങ്ങനെ. അല്ലാതെ ഇപ്പം ഈ മാധ്യമങ്ങൾ ഹൈലൈറ്റ് ചെയ്യുന്ന യൂത്ത് കോൺഗ്രസിന്റെ സാംസ്കാരിക പണ്ഡിതിയ അങ്ങനെ എന്തോ പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത്. സംസ്കാരം പോയിട്ട് ഒന്നുമില്ലാത്തൊരു സ്ത്രീയാണ് അത്. കാരണം ലേശ ആത്മാഭിമാനം അതിൻ്റെയൊക്കെ ശരീരത്തിലുണ്ടെങ്കിൽ ഇതുപോലെ പറയത്തില്ല. പിന്നെ ആ പറയുന്നൊക്കെ വാടാ പോടാ വിളിക്കട എന്നൊക്കെയാണ് പറയുന്നത്. പിന്നെ ഇതുപോലത്തെ എന്താ പറയുക, ബസ് സ്റ്റാൻഡിൽ നിന്ന് കുരയ്ക്കുന്ന പട്ടികൾക്ക് നമ്മൾ ആരും മറുപടി പറയാറുമില്ല. മനസ്സിലായ? അപ്പം അതുകൊണ്ട് അതവിടെ നിന്ന് കുരച്ച് നടന്നോട്ടെ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ പാർട്ടിൻ്റെ ലേബലിൽ ഈ മാധ്യമങ്ങൾ കൊടുക്കുമ്പോൾ നമുക്ക് വലിയ പ്രയാസം ഉണ്ടാക്കുന്നുണ്ട്. മനസ്സിലായ? അപ്പം അതുകൊണ്ട് ആ ലേബൽ എടുത്ത് കളയണ്ടെങ്കിൽ ഇതിനെ അടിച്ച് വെളിയിൽ കളയണം. അപ്പം അതുകൊണ്ട് എൻ്റെ ശബ്ദം ശ്രമിക്കുന്ന കോൺഗ്രസിന് ഇഷ്ടപ്പെടുന്ന, കോൺഗ്രസിന് ഹൃദയത്തോട് ചേർത്ത് വെച്ചവർ പറയേണ്ടത് ഒന്ന് എത്രയും പെട്ടെന്ന് ഇനി ഒന്നും നോക്കാനില്ല, എടുത്ത് വെളിയിലങ്ങ് കളയാൻ പറയണം. ഓക്കെ? അല്ലാതെ അതൊന്നും പാർട്ടിക്ക് വേണ്ടിയില്ല. കാരണം വെച്ചാൽ പിന്നെ ആ സ്ത്രീയുടെ ഫോട്ടോ ഒക്കെ ഞാൻ പല ഫേസ്ബുക്കിലൊക്കെ ഏതൊക്കെയോ പാർട്ടിൻ്റെ നേതാക്കന്മാരൊക്കെ നിന്നിട്ട് കണ്ട്, അതെന്തോ ആവട്ടെ, അതൊക്കെ ആ സ്ത്രീയുടെ ചോയ്സ്. അതൊന്നും നമ്മളെ ബാധിക്കുന്ന വിഷയമല്ല. പക്ഷേ ഇത് പറയുമ്പോൾ കോൺഗ്രസിന്റെ പേര് വെക്കുന്ന യൂത്ത് കോൺഗ്രസിന്റെ ഇങ്ങനെ സ്ഥാനങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുക്കുമ്പോൾ നമുക്കത് കേൾക്കുമ്പോൾ വലിയ മാനസിക വിഷമമാണ്. പിന്നെ രാഹുൽ മാക്കൂട്ടത്തിലുള്ള വിഷയം അത് കോടതിക്കകത്തുണ്ട്, അത് കോടതി തീരുമാനിക്കട്ടെ. ആ ടോപ്പിക്ക് നമ്മൾ അവസാനിപ്പിക്കുക, അത് കഴിഞ്ഞ്. മനസ്സിലായ? പിന്നെ അതിനെ വീണ്ടും റിപ്പീറ്റ് ചെയ്തിട്ട് ഇവളൊക്കെ വന്നിട്ട് ഇങ്ങനെ കുറയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ ഈ പ്രസ്ഥാനത്തിന് ഈ ഏതെങ്കിലും ഒരു സ്ഥാനത്ത് ഇരുന്നിട്ട്. അപ്പം അതുകൊണ്ട് പറയുന്നത്. അപ്പം അതുകൊണ്ട് എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ഏതെങ്കിലും പ്രിയപ്പെട്ടവർ ആ പുള്ളിയെ അറിയുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഒന്ന് പുറത്താക്കാൻ പറയണം. അല്ലെങ്കിൽ പിന്നെ നമുക്ക് കൂടുതൽ കടത്തിയിട്ട് പറയേണ്ടി വരും. പിന്നെ അന്നേരം പിന്നെ ഇങ്ങനെ വിമർശിച്ച് അങ്ങനെ പറഞ്ഞ് എന്നുള്ള ഇത് മോങ്ങലുമായിട്ട് പിന്നെ ഭക്തന്മാർ ആരും വരുകയും വേണ്ട എൻ്റെ അടുത്തേക്ക്. ഓക്കെ? അപ്പം അതുകൊണ്ട് ഇത് പറയാൻ വേണ്ടിയിട്ട് മാത്രം ഇപ്പം ചെറിയൊരു വീഡിയോ ചെയ്തതാണ്. അപ്പം അതുകൊണ്ട് നിങ്ങളിത് എന്താ പറയുക, ഫുള്ളായിട്ട് ഒന്ന് എന്താ പറയുക, പരിശ്രമിക്കുക. കാരണം ഇലക്ഷനൊക്കെയാണ് മുമ്പിൽ നിൽക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു പ്രതിപക്ഷ നേതാവിൻ്റെ നേതൃത്വത്തിലൊരു യാത്രയൊക്കെ നടത്തുന്നുണ്ട്. അതൊക്കെ നമുക്ക് നല്ല ഹൈപ്പ് ഉണ്ടാക്കണം. പിന്നെ അതുകൊണ്ട് ഇതുപോലുള്ള കുലംകുത്തികളെ വർഗവഞ്ചകിയെ മനസ്സിലായ ഇത്തരം ഇതുപോലെ വെളിയിൽ കളയണം. അല്ലെങ്കിൽ ഇത് മുന്നോട്ട് പോകാൻ. കാരണം പ്രസ്ഥാനത്തിന്റെ പേര് ലേബൽ കൊടുക്കുന്നത് കൊണ്ടാണ്, മറ്റൊന്നുമില്ല. മറ്റിപ്പോൾ ഇവള് പുറത്താക്കിയിട്ട് നാളെ മുതൽ എന്തും വേണ്ടെങ്കിലും അവിടെ നിന്ന് കുറച്ച് പോയിക്കോട്ടെ. അത് ആരും മൈൻഡ് ചെയ്യുന്നു, നമ്മളാരും മൈൻഡ് ചെയ്യത്തൊന്നുമില്ല. പക്ഷെ നമ്മളെ വിഷയം എന്താണെന്ന് വെച്ചാൽ കോൺഗ്രസിന്റെ പേര്, അതായത് ഇങ്ങനെ ടൈം ലൈനിൽ അവർ കാണിക്കുന്നത്, ഫ്ലാഷ് ന്യൂസൊക്കെ കാണിക്കുമ്പോൾ പിന്നെ ഇവക്കൊക്കെ വലിയ ആളാവാനൊക്കെ ആയിരിക്കും ഇവളൊക്കെ ഇപ്പല്ല. പക്ഷെ ആരെ വില വെക്കുന്ന ആരും വില വെക്കത്തുമില്ല. ഇങ്ങനെ ഒരു സ്ഥാനം ഉണ്ടോ, ഇങ്ങനെ ഒരാളുണ്ടോ എന്ന് ഇപ്പം നമ്മൾ അറിഞ്ഞത്, അത് വിഷയം വേറെ. പിന്നെ രാഹുൽ ഇനി എന്തൊക്കെ ആരൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഇപ്പം നമ്മൾ നോക്കിയാൽ മതി ജനപിന്തുണന്റെ പിന്നെ കാര്യത്തിനകത്ത്. ഇപ്പൊ ഈ സ്ത്രീ തന്നെ ഇന്ന് രാവിലെ ഞാൻ തോന്നുന്നു ഒരു കുറെ മാധ്യമത്തിന്റെ മുമ്പിൽ സ്റ്റാലിന്റെ മുകളിൽ കയറി ഇരുന്നിട്ട് ഇങ്ങനെ വിളിക്കുന്ന ഇതൊക്കെ വലിയ എന്താ ഐക്യരാഷ്ട്രസഭന്റെ തലവച്ചിയാറ്റം പറയുമ്പോൾ വിളവിയാരെന്തോ സംഭവമായി പറയുന്ന എന്റെ സ്കഡ് മിസൈലിൽ ഉണ്ടാക്കിയ കാര്യങ്ങളാണ് പറയുന്ന ഇവളെ ധാരണ. പക്ഷെ അതിന്റെ അടിയിൽ വരുന്ന കമന്റ് എന്റെ ഭഗവാനെ പെറ്റ തള്ള സഹിക്കൂല കേട്ടാ. ലേശ ഉളുപ്പും നാണവും മാനവും ആ സ്ത്രീയുടെ ശരീരത്തിനകത്ത് ഉണ്ടെങ്കിലില്ലേ ഈ പാർട്ടിയെ കളഞ്ഞിട്ട് പോകും. കാരണം മുഴുവൻ കോൺഗ്രസ്സുകാരാണ് ആ കമന്റ് ഇടുന്നത്. എനിക്ക് തന്നെ വായിച്ചിട്ട് കുറെ സഹതാപം തോന്നിപ്പോയി. ഇങ്ങനെയൊക്കെ എഴുതണമായിരുന്നോ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടാ. എന്നിട്ട് ആ സ്ത്രീ ആ കമന്റ് ഒന്ന് പോയി നോക്കാൻ വേണ്ടി പറ.
എന്നിട്ട് ഉളുപ്പുണ്ടെങ്കിൽ വീണ്ടും കുരച്ചിട്ട് വന്ന് പറ. പിന്നെ ഇവൾ ആരോടായി പറയുന്നത്? ഇവിടുത്തെ മാലോകർക്ക് എന്താ നിന്റെ ഈ ഇക്കിളിപ്പെടുത്തുന്ന കഥ കേൾക്കല ഇവളെ പണി? ആരും അത് മൈൻഡ് ചെയ്യത്തില്ല. ഈ ഹുളച്ചിനോടൊക്കെ പറഞ്ഞു കൊടുത്ത ആരെങ്കിലും ഒരാൾ മൈൻഡ് ചെയ്യണ്ടേ? ഇത് കേൾക്കുമ്പോഴല്ലോ നീ ഇത് പറയുമ്പോൾ ആൾക്ക് ആർക്കിച്ച് തുപ്പ ചെയ്യുന്നു. അതാ കമന്റ് നോക്ക്. നീ ഇച്ചിരി ഉളുപ്പണെങ്കിൽ ആ കമന്റ് ഒന്ന് നോക്ക്. ഈ മാധ്യമങ്ങൾ ഹൈപ്പ് ഇന്ത്യ കണ്ണാക്കിലേക്ക് കയറ്റി തന്നിട്ട് ഇവിടെ കോൺഗ്രസിനെ ലക്ഷ്യമാണ് ഇവരുടെ ലക്ഷ്യം, അത് നമുക്കറിയാം. പക്ഷെ അവിടെ നോക്കുക, കമന്റോളി നോക്കുക, മനസ്സിലായ? അപ്പം മനസ്സിലാവും എന്താണ് നാട്ടിൽ നടക്കുന്നുള്ള വിഷയങ്ങൾ. അതിന് ഉളുപ്പ് വേണ്ടേ, നാണം വേണ്ടേ? അങ്ങനെ ഒരു വർഗം ഇപ്പൊ നമ്മളായിട്ടാണെങ്കിലേ ആ വീഡിയോസ് തന്നെ പിന്നെ എഴുന്നേറ്റ് ഓടും. കാരണം അമ്മാതിരി ഒന്നുമില്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട റിലേറ്റീവ് അത് വായിച്ചാൽ എന്തായിരിക്കും വിചാരിക്കുക? നമ്മളിത് ഇപ്പൊ ഞാൻ തന്നെ കുറെ പറയുമ്പോൾ ചില ബേഡ് കമന്റ് വരുമ്പോൾ എനിക്കത് പ്രശ്നമല്ല. പക്ഷെ ഞാനത് ചിന്തിക്കാതാ, ഇത് ഞാനുമായി ബന്ധപ്പെടുന്ന എന്റെ കുടുംബത്തിൽ ആരെങ്കിലും ഇത് കണ്ടു കഴിഞ്ഞാൽ ഒരു മോശം ഞാൻ അതൊക്കെ എന്താ പറയാ, അത്തരം വീഡിയോസ് കമന്റ് കൂടുതൽ വരുമ്പോൾ ഞാൻ അങ്ങ് റിമൂവ് ചെയ്ത ആളുകളാ. അപ്പോൾ ഭയപ്പെട്ടിട്ടല്ല, പക്ഷെ നമുക്കൊരു ആത്മാഭിമാനം ഉണ്ടല്ലോ, മറ്റൊരാൾ കേൾക്കുമ്പോൾ എന്ത് വിചാരിക്കും എന്നുള്ളത്. ആ ചിന്ത പോലും ആ തളർച്ചയ്ക്കൊന്നുമില്ല, മനസ്സിലായ? എന്നിട്ട് രാഹുലിനെ ഉണ്ടാക്കാൻ വേണ്ടി നടക്കുക. എന്നിട്ട് വാട, ഞാൻ പറയട, ഇവിടെ വാട സംവാദത്തിന്, നിന്നോടൊക്കെ സംവാദത്തിന് എന്താ പറയാ, ഒരു യോഗ്യത വേണ്ടേ നിനക്കൊക്കെ? രാഹുലിന്റെ ചെരുപ്പിന്റെ വള്ളി തൊടാനുള്ള യോഗ്യത നിനക്കുണ്ടോന്ന് നീ ആദ്യം ഒന്ന് പരിശോധിക്കും. രാഹുലിനെതിരെ പറഞ്ഞല്ലോ, അവൻ സീലെമ്പാട. പിന്നെ ഇത് പ്രകൃതിയാണ്, ഇത് ലോകമുണ്ടായ കാലം തൊട്ട് മുഴുവനായിട്ടുണ്ടെന്നേ. സെക്സ് ഇല്ലാതെ ലോകം ഉണ്ടാടോ? ഇതെല്ലാം വലിയ സാംസ്കാരികം. എന്നിട്ട് ഇവളോട് എന്തോ ചാറ്റ് ചെയ്ത് പോലും, എന്നിട്ട് ഇവൾ അവിടെ അപ്പടെ മറുപടി കൊടുത്തു പോലും, എന്നിട്ട് അവിടെ സ്റ്റോപ്പാക്കിയോളൂ. അതായിക്കോട്ടെ, അതിന് മാലോകരന്തിന് അറിയേണ്ട ആവശ്യം? ഇവിടെ നീ അത്ര വലിയ തന്റെയും തറവാടിയും കുടുംബത്തിൽ പറഞ്ഞ പെണ്ണാണെങ്കിൽ എന്താ ചെയ്യാന്നറിയാം? അത്തരം ഒരു വിഷയങ്ങളുണ്ടെങ്കിൽ നമ്മുടെ രാജ്യത്തൊരു നിയമ സംവിധാനം ഉണ്ട്, അവിടെ പോയി പറയാം, അവിടെ പോയി കേസ് കൊടുക്കുക, ആ സ്പോട്ടിൽ. മനസ്സിലായ? അതാ തറവാടി പറഞ്ഞ പെണ്ണുങ്ങളെ ഇത്. ചില പെണ്ണുങ്ങൾ കാണുന്നില്ലേ, എന്തെങ്കിലും ഉണ്ടാകുമ്പോൾ അവിടെ തന്നെ സ്പോട്ടിൽ പ്രതികരിക്കുന്നു. അതൊക്കെ പെണ്ണുങ്ങളെ. നീയൊന്നും അതിൽ പറ്റിയല്ല. നീയൊക്കെ ഈ സമൂഹത്തിനെ പറയിപ്പിക്കാൻ വേണ്ടി, മനസ്സിലായ? പറയിപ്പിക്കാൻ വേണ്ടി, അധ്വാനിക്കാണ്ട് ജീവിക്കാൻ വേണ്ടി, കാശുണ്ടാക്കാൻ വേണ്ടി നോക്കുന്ന ഒരു ഗണത്തിൽപ്പെട്ട ജന്തുവാ നീയൊക്കെ, മനസ്സിലായ? അല്ലാതെ നീ എന്താ വെക്കുക, രാഹുലിനെ കൊണ്ട് അങ്ങ് പറഞ്ഞേക്കുമ്പോൾ രാഹുലിനെ അങ്ങ് മൂക്കിൽ വലിച്ചു കെട്ടിയാൽ നിനക്ക് ധാരണ എന്താ? ഇനിയിപ്പം പറയും രാഹുലിന്റെ PR വർക്ക്, രാഹുലിന്റെ വെട്ടുകിളികളൊന്നും ഞാൻ ഇന്നുവരെ രാഹുലിനെ കണ്ടിട്ടുമില്ല, നമുക്കറിയത്തുമില്ല. എന്റെ കൂടെ നിൽക്കുന്ന ലക്ഷക്കണക്കിന് ഫോളോവേഴ്സ് ഉണ്ട്, അവർക്ക് ആർക്കും അറിയത്തില്ല. ഞാൻ അവരോടൊക്കെ ചോദിച്ചിന്. പക്ഷെ എന്താ, സത്യത്തിന്റെ കൂടെ പരമാവധി നമ്മൾ നിൽക്കുക, മനസ്സിലായി? അതുകൊണ്ട് നമ്മൾ ശബ്ദിക്കുന്നു, കേട്ടാ? അല്ലാതെ വെറ്റുകിളികളും ഇവിടെ PR വർക്കൊന്നും ആരും ചെയ്യുന്നുമില്ല, അതിന്റെ ആവശ്യവും ഇല്ല, മനസ്സിലായ? അതും മാത്രമല്ല, ആ മനുഷ്യൻ ഇന്നലെ വളരെ ക്ലിയർ കട്ടായിട്ട് കാര്യങ്ങൾ പറഞ്ഞു ആ ടോപ്പിക് അവസാനിപ്പിക്കുക. എന്നിട്ട് ഇവള് രാവിലെ വലിയ എന്നിട്ട് മാധ്യമങ്ങളും എന്തായാലും എഴുതിയത് വലിയെന്നത് തിരിച്ചടിച്ചിട്ട് ഇപ്പം രാഹുൽ ഇപ്പം ഹോസ്പിറ്റലാണ്, മെഡിക്കൽ കോളേജിലാവില്ല, തിരിച്ചടിച്ചിട്ട് എടുത്തിട്ട് പോടാ മാമാ പണിയെടുക്കുന്ന മാധ്യമങ്ങളെ എന്തൊക്കെയാ എഴുതി വീഴുന്നു. എന്നിട്ട് ആ പഴയ ക്ലിപ്പ് ഇന്നലെ ഏതൊരു ചാനലില് പണ്ട് ഓടിയ ക്ലിപ്പ് ഉണ്ടല്ലോ, ഇവിടെ ന്യൂസ് 18 പുതിയ ക്ലിപ്പ് റേറ്റ് കൂട്ടാൻ വേണ്ടിയിട്ട്. ഇതാ ഞാൻ പറഞ്ഞു, ഇതിലും നല്ല റേറ്റ് കൂട്ടാൻ പണി വേറെ. എനിക്ക് ഞാൻ പറഞ്ഞല്ലോ, നമ്മളുമായി ബന്ധപ്പെട്ട ഇലക്റ്റീവ് ഉള്ളതുകൊണ്ടാണ് പച്ചക്ക് പറയാത്തത്. നമുക്ക് ലേശം ഉളുപ്പുണ്ട്, അതുകൊണ്ട് അല്ല പറയാൻ അറിഞ്ഞുകൂടാഞ്ഞിട്ടൊന്നുമല്ല, നല്ല പോലെ പറയും. നിങ്ങൾക്ക് ഈ പണിയാ നല്ല, ഇവിടെ പോയി പറഞ്ഞാൽ നിങ്ങൾക്ക് നല്ല റേറ്റിംഗ് കിട്ടും. കാരണം ഞാൻ 16 വർഷം ബോംബെയിലുണ്ടായാണ്, മഹാരാഷ്ട്രയിൽ, മനസ്സിലായ? എല്ലാ ഹിസ്റ്ററിയും ഞാൻ പറഞ്ഞുതരാം, നിങ്ങൾക്ക് നല്ല റേറ്റിംഗ് ഉണ്ടാക്കാം, കേട്ടാ? മറ്റ് ഒരു ക്രൈമും ചെയ്തിട്ടില്ല, ഇഷ്ടപ്രകാരം. അത് സ്വാഭാവികമായിട്ട് ഈ വന്നിട്ട് വേട്ടപ്പട്ടി കുരക്കുന്നത് പോലെ കുരച്ച് നടക്കുന്ന, അല്ലെങ്കിൽ ഈ പച്ച എന്താ പറയുക സെക്സിനെ വെല്ലുന്ന വിധത്തിൽ കഥകൾ ഉണ്ടാക്കിയിട്ട് പ്രചരിപ്പിക്കുന്ന ഈ തെമ്മാടികളുണ്ടല്ലോ, ഇവന്റെയൊക്കെ മുഖം ഇവൻ തന്നെ സ്വയം ഒന്ന് കണ്ണാടി പോയി നോക്ക്. ഇവനൊക്കെ എന്തൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ടാവും, മനസ്സിലായ? എന്നിട്ട് ഇവൻ വന്നിട്ട് മറ്റുള്ളവരെ കുറ്റം പറയാൻ, അതും കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ രാജ്യത്തിന്റെ നിയമത്തിനപ്പുറം മറികടന്നുകൊണ്ട് ഒരു ക്രൈമും ചെയ്തിട്ടില്ല എന്ന ബോധ്യം എനിക്കുണ്ട്, മനസ്സിലായ? രാഹുൽ പറഞ്ഞതാ ഇന്നലെ. അപ്പൊ ഞാൻ ഭയപ്പെടണം. പിന്നെ വേറൊരു കാര്യം, ആ ഇന്റർവ്യൂ കൊടുത്ത ഹാഷ്മിക്കെതിരെ സൈബറിൽ കുറെ അന്തംഗമികളും ചാണകസഖികളും വിവരം എന്ന് പറഞ്ഞ ഇവറ്റകൾക്കില്ലല്ലോ. ഇവറ്റകൾ ഇക്കാലം എത്രയെന്നാ പറഞ്ഞത്?
രാഹുൽ മിണ്ടുന്നില്ല, രാഹുൽ മാനഷ്ടത്തിന് കേസ് കൊടുക്കുന്നില്ല, രാഹുൽ പേടിച്ചോടിച്ചു പോയ എന്തേ അവൻ പറയാത്തത് എന്ന് പറഞ്ഞിട്ട് കുറെ മോങ്ങി. രാഹുൽ പറയാത്തത് ആ സമയത്ത് പ്രശ്നം, പറയാൻ അദ്ദേഹത്തിന് സ്പൈസ് ഇല്ല, ഓക്കെ എന്തോ ആട്ടെ. എന്നാ ഇന്നലെ വന്നിട്ട് പറഞ്ഞാക്കുമ്പോ ഇപ്പൊ എന്നാ പറയുന്നത്, രാഹുലിനെ വെളുപ്പിക്കാൻ പഞ്ഞ്, രാഹുലിനെ വെളുപ്പിച്ചിട്ട് എന്താ കിട്ടുക, രാഹുലിനെ ഒരു കാശി വാങ്ങിച്ചിട്ട് ഹാഷിമി നിൽക്കുന്നു. എടാ ഇവറ്റകളെ തലക്കകത്ത് എന്താണ്, തീട്ടോ അല്ലേ എന്താണ് ഇവറ്റകളെ തലക്കകത്ത്? എനിക്ക് മനസ്സിലാകുന്നില്ല. ഒന്ന് പറഞ്ഞാൽ കുറ്റം, പറഞ്ഞിട്ടില്ലെങ്കിലും കുറ്റം. അപ്പൊ ആ മനുഷ്യന്റെയും കാര്യങ്ങൾ പറയണ്ടേ, എവിടെയെങ്കിലും പറയണ്ടേ? കഴിഞ്ഞ 4 മാസങ്ങളായിട്ട് അവനെ വേട്ടയാടൽ തുടങ്ങിയില്ലേ? ഇല്ലാതെ പച്ചക്കളവ് ശൂന്യത്തിൽ നിന്ന് ഓരോരാളെ ഭാവനക്കനുസരിച്ച് കഥയുണ്ടാക്കിയിട്ടല്ലേ പ്രചരിപ്പിച്ച് പറഞ്ഞില്ലേ? അപ്പൊ അതിനൊരു മറുപടിയും ക്ലാരിറ്റിയും കൂടി കേൾക്കുന്ന അവന് ഇഷ്ടപ്പെടുന്ന ജനങ്ങളോടെങ്കിലും പറയട്ടെ. അത് പറയാനൊരു സ്പേസ് ഉണ്ടാക്കണ്ടേ? അത് മാധ്യമങ്ങൾ ചെയ്യണ്ടേ? അത് മാധ്യമ ധർമ്മയല്ലേ? എന്നിട്ട് അത് അങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കും. പിന്നെ അവനെ വേട്ടയാടാൻ വേണ്ടി, ആ മാധ്യമത്തിനെ വേട്ടയാടാൻ വേണ്ടിയിട്ട് ഇതൊക്കെ നാളെ ഉളുപ്പുണ്ടടാ. അപ്പൊ ഇവിടുത്തെ അന്തം കമ്മികളും ചാണക സംഖ്യകളും പറയുന്ന മാത്രം കേട്ടങ്ങ് നിന്നോളുക. ഈ UKG സെന്ററിൽ നിന്ന് ക്യാപ്സ്യൂൾ വിഴുങ്ങിയിട്ട് തള്ളി വിടുന്നതും പിന്നെ അവർക്ക് ഇക്കളിപ്പെടുത്ത കഥകളും മാത്രം മാധ്യമങ്ങൾ പറയാം. അതാ വേണ്ട. ഇവറ്റ ന്യായീകരണം കേട്ട് അങ്ങനെയാ തോന്നിപ്പോന്നു അല്ലേ? മന്ന ബുദ്ധിയാണെങ്കിൽ അങ്ങനെ ഇങ്ങ് വിളിക്കാനും അതും ഇല്ല ഇങ്ങനെ തലക്കാലത്ത്. എന്ത് പറയാനാ, ഒരു വല്ലാത്ത വർഗങ്ങൾ തന്നെ. ഇവറ്റകളെ വർത്താനം കേട്ടായിരിക്കും ലോകത്ത് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു സംഭവം. 2 പേര് പരസ്പരം ഇഷ്ടത്തോടെ നടത്തി. അത് വർഷങ്ങൾക്ക് മുന്നേ, മനസ്സിലാക്കണം. എന്നിട്ടോ ഇപ്പം പെട്ടെന്ന് പരാതി കൊടുപ്പിച്ചതാ. അതും കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇവന്റെയൊക്കെ വർത്താനം കേട്ടാൽ ഇനി പറയൂ, വീട്ടിൽ പെണ്ണുങ്ങളില്ലടാ, വീട്ടിൽ ആണുങ്ങളില്ലടാ, വീട്ടിൽ മോളില്ലടാ, നിന്റെ വീട്ടിൽ കൂട്ടിക്കട. ഇങ്ങനത്തെ കുറെ ഒലക്ക പിടിച്ച കമന്റും കാണാം, കുന്തം പോലത്തെ കമന്റുകൾ. ഇവന്റെ വിചാരം ഇതൊക്കെ കിട്ടിയത് എന്തോ സംഭവമാ. ഈ കമന്റോളികളെ വിചാരം എല്ലാവരും പെണ്ണുങ്ങളുണ്ടടാ, എല്ലാ പെണ്ണുങ്ങളും എല്ലാ ഘടത്തിലും അതുപോലെ അല്ലടാ. മനസ്സിലായ? കമന്റോളികൾ അങ്ങനെ കമന്റോളികളുടെ വീട്ടിലുള്ള പെണ്ണുങ്ങളെ പോലെ ആയിക്കത്തില്ലടാ മറ്റുള്ള സ്ത്രീകൾ. നീയൊക്കെ മനസ്സിലാക്കണം. മനസ്സിലായ? ഇനി അങ്ങനെ വല്ല വേടോ കാര്യങ്ങളോ ഒരിക്കലും കുടുംബത്തിൽ പിറന്ന പെണ്ണുങ്ങൾക്ക് ഒരിക്കലും മെസ്സേജ് അയക്കൂ, 2 വട്ടം അയക്കത്തില്ല. അപ്പൊ അതുകൊണ്ട് നമ്മളെയൊക്കെ വീട്ടിൽ ആദ്യം കൂട്ടിപ്പോകാൻ പൂർണ്ണ ധൈര്യം ഉണ്ടടാ. കാരണം ഞങ്ങളൊക്കെ അങ്ങനെ വളർത്തിയതാ. നമ്മളെ വീട്ടിലെ സ്ത്രീകളെയും മക്കളെയായാലും ഭാര്യയും വൈഫിനായാലും സഹോദരിയൊക്കെ അങ്ങനെയാ വളർത്തുന്നത്. ചോറ് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് വളർത്താനും ഞങ്ങൾക്ക് അറിയാടാ. തെണ്ടികളെ അങ്ങനെ കമന്റ് ഇടുന്നവളോടാ പറയുന്നത് കേട്ടാ. അല്ലാതെ നിന്റെ വീട്ടിലുള്ള സ്ത്രീകളെ പോലെ ആരെങ്കിലും നിന്റെ കൂടിയൊക്കെ വരുമ്പോഴേക്ക് അപ്പാട് ഒളിഞ്ഞു നിന്നിട്ട് അങ്ങ് ചാറ്റുന്ന പരിപാടിയല്ല മറ്റുള്ളവന്റെ വീട്ടിലുള്ളത് കേട്ടാ. അതുകൊണ്ട് നമുക്ക് ആത്മധൈര്യമുണ്ട്. മനസ്സിലായ? നമ്മളെ കൂട്ടണ്ടെങ്കിൽ കൂട്ടുകയും ചെയ്യും. മനസ്സിലായ? എന്നിട്ട് പറയുമ്പം പറയൂ, കുറെ കമന്റോളികൾ ഇപ്പം വരും അങ്ങനെയും പറഞ്ഞിട്ട്. ഇത്ര വൃത്തികെട്ടവന്മാർ ലോകത്തുണ്ടാവത്തില്ല. വിവരെന്ന് പറയും വലിയ പറയും ശാസ്ത്രതയിൽ 1-ാം നമ്പർ നിൽക്കുന്ന കേരളം. ലോകത്ത് ആറ്റം ബോംബ് കണ്ടുപിടിച്ച കേരളക്കാരാ. ഇനി കേരളത്തിനെ കവിച്ചു വെക്കാൻ ലോകത്ത് ഒരു രാജ്യത്തിലും വിദ്യാഭ്യാസത്തിൽ എന്ത് ഉണ്ടയാണോ ഉണ്ടപ്പൊരി. ഉത്തരേന്ത്യ സ്റ്റേറ്റ് വരെ നന്നായി. ഇവിടത്തെ സ്വയം പ്രഖ്യാപിത രാജാവാ. അതല്ല കാണുന്നത്. അതായത് ഞാൻ പറഞ്ഞല്ലോ, രാഹുൽ പറഞ്ഞിട്ടില്ലെങ്കിൽ അക്കാലം പറഞ്ഞിട്ട് ഈ 4 മാസത്തെ വേട്ടയാടി. ഇന്നലെ വന്ന് മാധ്യമത്തോട് അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ വിശദീകരിച്ചപ്പോ അതിനെതിരെ പിന്നെ കാശ് വാങ്ങിയിട്ട് വെളുപ്പിക്കാൻ വേണ്ടി എന്ത് വർഗമാണ് ഇത്? എന്ത് വർഗ ഇത്? ഏതെങ്കിലും ഒന്നിലുറച്ചു നിൽക്കടാ, ഏതെങ്കിലും ഒന്നിലുറച്ചു നിൽക്ക്. ഈ പല വാക്ക് മാറ്റുമ്പോൾ പണ്ടൊരു പഴമൊഴിയുണ്ട്, ഇനി എത്ര എണ്ണത്തിനുണ്ടായതാന്ന് ചോദിക്കും പഴമക്കാർ. ആദ്യമോ ചോദ്യം ഞങ്ങളെ കൊണ്ട് ചോദിപ്പിക്കല്ല കേട്ടാ. ഞാനതാ കാണുന്നത്. കേരളത്തിൽ കമന്റിന്റെ അടികളിൽ ഇങ്ങനത്തെ കമന്റ് വരുന്നതാന്ന് പറയണം. പിന്നെ ഒരു അണ്ടിക്കടവനുണ്ട്, ഒരു പേരെന്നൊന്നും പേര് ഞാൻ മറന്നുപോയി. അയ്യേ, ആ ചെങ്ങായിന്റെ കമന്റ് ഞാൻ മറുപടി പറയാൻ അറിഞ്ഞുകൂടാഞ്ഞിട്ടൊന്നുമല്ല. പിന്നെ വേണ്ട പോട്ടെ. ഞാൻ പ്രൊഫൈലിൽ നോക്കുമ്പോൾ നമ്മളെ തന്തന്റെ പ്രായം ഉണ്ടെന്നാ തോന്നുന്നു, നിറച്ചിന് മുഴുവൻ. അതുകൊണ്ട് മിണ്ടാണ്ടിരിക്കുന്നയാ. ഇത് വലിയൊരു മറ്റേ അരിവാൾ ചുറ്റിക്കന്റെ പടവും അവിടെ വെച്ചിട്ടുണ്ട്. എന്തോ ആയിക്കോട്ടെ, അയാൾ പൊളിറ്റിക്കൽ അയാളെ നിലപാട്, അതൊന്നും നമുക്ക് തർക്കം പറയുന്നില്ല. പക്ഷേ നമ്മൾ പറയുന്ന കാര്യത്തിന് വല്ല കഴമ്പും വേണ്ടേ, സത്യങ്ങൾ വേണ്ടേ?
എന്നിട്ട് കുറെ എണ്ണം പ്രേമിച്ചൽ വന്നിട്ട് നമ്മൾ കോൺഗ്രസിനകത്ത് ആ പെണ്ണ് ഞാൻ പറയാ സ്ത്രീകൾ എന്താ കോൺഗ്രസിനകത്ത് ഇവള് മാത്രമേ സ്ത്രീയുള്ളൂ ഇല്ലേ? പല സ്ത്രീകളുടെ അടുത്തും ഇവളാരാന്ന് ഈ പറയുന്ന ഈ സഹലാത്ത് പറയുന്ന സുപ്രീം കോടതിയിലെ ജഡ്ജിയാ അല്ലെ ഐക്യരാഷ്ട്രസഭന്റെ തലവച്ചിയാ? ഇവളാര് ഇവളോട് പറയാന്? ഇവളെ കാര്യം നോക്കുക, നിന്റെ കാര്യം, നിന്റെ പേഴ്സണലായിട്ട് എന്തെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ അത് നീ പറയാ. നീ കോൺഗ്രസിനകത്തുള്ള മറ്റു സ്ത്രീകളെ അട്ടിപ്പേർന്ന് നിനിക്കാരും തന്നെ നീ ഏറ്റെടുക്കുവാൻ വേണ്ടി നീ അതിനായിട്ടുമില്ല. മനസ്സിലായ? പിന്നെ ലൈംഗികത അത് ലോകം ഉണ്ടായ കാലം തൊട്ട് തന്നെ ഉണ്ടായിട്ടുണ്ടടാ. ഇതെന്താ ആദ്യമായിട്ടുണ്ടാകുന്ന? അത് ഇഷ്ടമുണ്ടെങ്കിൽ പോവുക, ഇല്ലെങ്കിൽ ഉണ്ടാകുന്ന നിന്നൂല, അത്ര തന്നെ. എന്നിട്ട് ഇത് പെണ്ണുങ്ങൾ അങ്ങോട്ട് ചാറ്റുന്ന എവിടെയില്ല, ഇങ്ങോട്ട് വന്ന് വരുമ്പോഴേക്ക് അവൻ അങ്ങനെയാക്കി. ഇന്നത്തെ ഞാൻ മനസ്സിലാക്കുന്നതിൽ ഇന്ന് ലോകത്ത് ഏറ്റവും ബോൺ ക്രിമിനലുകളിൽ നമ്പർ 1 സ്ഥാനത്ത് നിൽക്കുന്ന ഇവറ്റകളാ. മനസ്സിലായി? ഇവറ്റകൾ. എന്നാലോ പിന്നെ ഈ സ്ത്രീക്ക് അങ്ങനെ വല്ലാകൊണ്ട് മാറിപ്പോയിക്കോ. നിന്നോടാരെങ്കിലും ഈ പാർട്ടിയിൽ നിൽക്കാൻ പറഞ്ഞാൽ അത്തരം വലിയ ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ അനുഭവിച്ചിട്ട് നീ എന്താ ഇതിനകത്ത് നിൽക്കുന്നു? നിന്നെ ആരെങ്കിലും പിടിച്ചു നിർത്തിച്ചില്ല ഇവിടെ? പറ്റൂലെങ്കിൽ വെച്ചിട്ട് പോടേ. നീ ഇല്ലെങ്കിൽ പാർട്ടി ഉണ്ടാവത്തില്ലേ? നീ മുഴുവൻ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് അങ്ങ് പോരാട്ട രകാങ്കണ ഭൂമിയിൽ നിന്നിട്ട് ഇങ്ങനെ ഉണ്ണിയാർച്ചയായിട്ട് ഫൈറ്റ് ചെയ്യുന്നു. അറിയാ ഇന്നലെ ഉണ്ടായ പാർട്ടി ഇത്? എന്നിട്ട് കളക്കുക. അല്ലെങ്കിൽ ഇവക്കൊക്കെ പറയണ ഏതെങ്കിലും ഒരു സമര പോരാട്ടത്തിന്റെ ഭാഗമായിട്ടോ ഏതെങ്കിലും പോലീസുകാരെ ലാത്തിക്കടിക്ക് മുമ്പിൽ നമ്മൾ ഏതെങ്കിലും ഒരു കാലത്ത് എന്തെങ്കിലും ഒരു ഫോട്ടോ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെയെങ്കിലും പ്രവർത്തിന്ന് പറയാം. ഇതൊക്കെ എവിടെ നിന്ന് വരുന്നത്? ഇതിന് കാല പിടിച്ചിട്ട് ആക്കിയവനെ പിടിച്ചിട്ട് പച്ച മട്ടലി എത്തി അടിക്കണം. ഇനിയൊക്കെ ഒരു സ്ഥാനങ്ങൾ കൊടുക്കുക. സ്ഥാനങ്ങൾ കൊടുക്കുന്നത് KSUവിലേക്ക് കൂടി വളർന്ന് വന്ന് പ്രസ്ഥാനത്തിന് വേണ്ടി പോരാട്ടം നടത്തിയ, പ്രസ്ഥാനത്തോടൊപ്പം എന്ത് ഘട്ടത്തിൽ പ്രസിഡന്റ് ഘട്ടത്തിൽ നിൽക്കും എന്ന് കണ്ടവരെ കണ്ടെത്തിയിട്ട് കൊടുക്കുക. അങ്ങനത്തെ ഒരുപാട് പേരുണ്ടല്ലോ പാർട്ടിക്കകത്ത് ഇല്ലേ? ഇതാ ഞാൻ പറയാം, പെട്ടി തൂങ്ങിയിട്ടും ആരെങ്കിലും ഇക്കിളിപ്പെടുത്തിയിട്ടൊക്കെ സ്ഥാനത്തേക്ക് കയറി വരുമ്പോൾ ഇത് തന്നെ അവസ്ഥ ഉണ്ടായ. കൂടോത്രത്തിൽ എന്നാൽ കുടുംബത്തിൽ കൂടോത്രം ചെയ്യും. ഇതൊക്കെ കുടുംബത്തിൽ കൂടോത്രം ചെയ്യും. മനസ്സിലായ? അത്തരം വർഗത്തിൽ പറ്റിയ ഈ ജെൻസല്ലോ. അപ്പൊ അതുകൊണ്ട് എന്റെ ശബ്ദം ശ്രവിക്കുന്ന കോൺഗ്രസിന്റെ പ്രവർത്തകരോടാണ് പറയുന്നത്, OJ ജനീഷിന്റെ നമ്പർ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് വിളിക്കുക. അല്ലെങ്കിൽ അവരുമായിട്ട് നേരിട്ട് ബന്ധമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ സ്ത്രീയെ നാളെ കാലത്ത് പാർട്ടിക്കകത്ത് കാണാൻ പാടില്ല എന്ന് പറയണം. ഇനി പാർട്ടിന്റെ ലേബൽ വെച്ചിട്ട് ഇവൾ എന്തെങ്കിലും മാധ്യമത്തിന്റെ മുമ്പിൽ വന്ന് പറയുമ്പോൾ കോൺഗ്രസിന്റെ മറ്റേ കുണാണ്ടർ സ്ഥാനത്ത് നിന്നിട്ടും കേട്ടിട്ടുണ്ടെങ്കിൽ ഇതിന്റെ വാക്ക് ഞാൻ പറയും. അന്നേരം പിന്നെ മോങ്ങിയിട്ട് ഇങ്ങോട്ട് വരണ്ട. അല്ലെങ്കിൽ അവൾ പുറത്താക്കി അവർ പോയി കുറച്ചോട്ടെ. അങ്ങനെ ബസ് സ്റ്റാൻഡിൽ കുറെ പട്ടികൾ കുറയ്ക്കുന്ന അതിൽ ഗണത്തിൽ അമങ്ങപ്പെടും. പക്ഷെ അങ്ങനെ പറയുന്ന ഘട്ടത്തിൽ കോൺഗ്രസിന്റെ സ്ഥാനത്തിൽ വെച്ചുകൊണ്ട് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ പാടില്ല. അത് നമ്മൾ വായിക്കും, മറ്റാ സ്ത്രീയുടെ വായിക്കും നമുക്ക് പ്ലാസ്റ്റോട്ടിക്കാനൊന്നും കഴിയത്തൊന്നുമില്ല. അത് പറഞ്ഞു നടന്നോട്ടെ, പാർട്ടിയിൽ പുറത്താക്കിയ ശേഷം. അങ്ങനെ എത്രയോ ആൾ പോയിട്ടുണ്ടല്ലോ. അല്ലാതെ ഇവിടെ നിന്ന് വെച്ചിട്ട് ഇനി പാർട്ടി മുന്നോട്ട് പോകാൻ കഴിയത്തില്ല. കാരണം ഇവളിപ്പം ഇത് പറയും. ഇനി നാളുകളിൽ മറ്റാർക്കെങ്കിലും എതിരെ ഒരുപാട് യുവാക്കളുണ്ടല്ലോ നമ്മളെ പാർട്ടിക്ക്, യൂത്ത് കോൺഗ്രസിന്റെ. ഇത് നോക്കണല്ലോ. സമയം എന്തെങ്കിലും സാഹചര്യത്തിൽ തമാശക്കും എൻജോയ്മെന്റിനും ജോക്കിനൊക്കെ പലയാളും പല കാര്യങ്ങളും പറയും. അതൊക്കെ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട് പിന്നീട് എപ്പെങ്കിലും ഇതുപോലെ എന്നോട് അവനെങ്ങനെ പറഞ്ഞു, എന്നോട് ഇവനിങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ ചോദിക്കണം, നമ്മളൊക്കെ ആയിട്ട് സ്ത്രീകളായിട്ട് നല്ല ബന്ധങ്ങളും ഇടപെടലും ഒക്കെ നടത്തുന്നുണ്ട് നമ്മളിപ്പം ജോലിയുമായി ബന്ധപ്പെട്ട്. അപ്പൊ അത്തരം ഘട്ടങ്ങളിൽ നമ്മൾ ചില സമയം ജോക്കിന് വേണ്ടിയിട്ട് ഈ മുന വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിക്കും. അത് സ്വാഭാവികമാണ്, അതൊക്കെ ഒരു ജോക്കാണ്. അത്തരത്തിലാണ് കിടക്കും. എന്നാ പിന്നെ അതൊക്കെ റെക്കോർഡ് വെച്ചിട്ട് പിന്നീട് എപ്പെങ്കിലും നമ്മളെ വേദിയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ സ്വപ്നത്തിൽ പോലും അറിയത്തില്ലല്ലോ ഇത്തരം കാര്യങ്ങളൊന്നും. അപ്പൊ ഇതാണ് അവസ്ഥ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇനി മുന്നോട്ടുള്ള നമ്മളെ പാർട്ടിയുടെ പ്രയാണത്തിലും ഒരുപാട് യുവാക്കളും യുവ നേതാക്കൾ പാർട്ടിക്കകത്തുണ്ട്. നാളുകളിൽ ഇവളെ പോലുള്ള ഈ വർഗ വഞ്ചകി എന്തെങ്കിലും റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട് ഇത് ഇങ്ങനെ പ്രചരിപ്പിച്ചാൽ എന്താ ചെയ്യാൻ പറ്റുക? ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ആത്മാഭിമാനമുള്ള ഒരു മനുഷ്യർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയത്തില്ല. ഇപ്പൊ രാഹുലിന്റെ എന്തോ മനക്കെട്ടി കൊണ്ട് പിടിച്ചിരുന്നതാ. ഇതുപോലെ തന്നെയല്ലേ നമ്മളെ കോഴിക്കോട് ദീപക് ആത്മഹത്യ ചെയ്തത്, നമ്മൾ കണ്ടില്ലേ? ആ മനുഷ്യൻ സമൂഹത്തിൽ മാന്യമായി ജീവിക്കുന്ന വ്യക്തിയാ. പക്ഷെ അദ്ദേഹത്തെ പറ്റിയിട്ട് ഇങ്ങനെയുള്ള പച്ചക്കളവ് ലോകം മുഴുവൻ പ്രചരിപ്പിച്ചപ്പോ അയാൾക്കത് പിടിച്ചു നിൽക്കാൻ, കാരണം അന്തസ്സുള്ള സർവാരത്തിൽ ജനിച്ചവർക്ക് അത് പിടിച്ചു നിൽക്കാൻ കഴിയത്തില്ല. ഞാൻ എങ്ങനെ ഫേസ് ചെയ്യും ഇനി പബ്ലിക്കിനാ? അല്ല എന്റെ കുടുംബക്കാരെ ഞാൻ എങ്ങനെ ഫേസ് ചെയ്യും?
അല്ലെങ്കിൽ എൻ്റെ അച്ഛനമ്മനെ ഇങ്ങനെ ഞാൻ ഫേസ് ചെയ്യും, അല്ലെങ്കിൽ എൻ്റെ ഭാര്യ എങ്ങനെ ഫേസ് ചെയ്യും എന്നുള്ള ചിന്ത വന്നു കഴിഞ്ഞാൽ പിന്നെ അതേ നിർവാഹമുള്ളൂ. പിന്നെ നമുക്കിങ്ങനെ പറയാ അവൻ എന്തിനാ ആത്മഹത്യ ചെയ്തത്, അവൻ ഭീരുവല്ലേ, അവനിക്കെന്താ പറഞ്ഞൂടെ, അവനിക്കെന്താ പോരാട്ടം നടത്തിക്കൂടെ എന്നൊക്കെ പറയുമ്പോഴും അദ്ദേഹം അനുഭവിക്കുന്ന ആ മാനസികാവസ്ഥ നമുക്കാർക്കും അറിയത്തില്ല. അങ്ങനെ ഇതൊക്കെ സംഭവിക്കുന്നത്. ഇപ്പൊ എന്നതുപോലെ രാഹുലിന്റെ മനക്കട്ടി കൊണ്ടാണ് എനിക്ക് തോന്നുന്നത് അദ്ദേഹം പിടിച്ചു നിന്നത് തന്നെ. നേരെ മറിച്ച് ദീപക്കിന്റെ പോലുള്ള ലോലമായ ഒരു മനസ്സായിരുന്നുവെങ്കിൽ രാഹുൽ എന്താ ഞാൻ പറയുന്നില്ല. അപ്പൊ അതിന്റെ ഉത്തരവാദിത്തം ആര് ഏറ്റെടുക്കുകയായിരുന്നു? ഇവറ്റകൾ ഏറ്റെടുക്കുവോ? അപ്പൊ അതുകൊണ്ട് ഈ ടോപ്പിക്കുമായി ബന്ധപ്പെട്ടിട്ട് ആരെങ്കിലും ഏതെങ്കിലും ഒരുത്തി ഈ അഭിപ്രായം പറഞ്ഞു വന്നിട്ടുണ്ടെങ്കിൽ അന്ന് സ്പോട്ടിൽ പിന്നെ മിനിറ്റുകൾക്കുള്ളിൽ പാർട്ടിയിൽ നിന്ന് പുറത്തായിക്കണം. പാർട്ടിയിൽ വെക്കാൻ പാടില്ല. പിന്നെ ആര് വന്നാലും ഇനി അങ്ങനെ ആക്ഷേപമോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ രാജ്യത്തിന്റെ ഒരു നിയമ സംവിധാനമുണ്ട്, അവിടെ പോവട്ടെ, പറയട്ടെ. അല്ലാതെ ഇവിടെ വന്ന് മാധ്യമത്തിന്റെ മുമ്പിൽ പറഞ്ഞ് കോൺഗ്രസിന്റെ സെക്രട്ടറി, കോൺഗ്രസ് യൂത്ത് കോൺഗ്രസിന്റെ അങ്ങ് ഉണ്ടാക്കിയവള്, ഇവൾ ഉണ്ടാക്കിയ കോൺഗ്രസിന്റെ ജന്മം കൊടുത്ത അവള് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ക്യാപ്ഷൻ കൊടുക്കണ്ട ഈ മാധ്യമങ്ങൾ. മനസ്സിലായ? ഇനി മാധ്യമത്തോട് നല്ല റൈറ്റിനും റീച്ചിനും വേണ്ടിയിട്ടാണെങ്കിൽ പണി വേറെ പേടിക്ക് നിങ്ങൾ എൻ്റെ പേഴ്സണൽ മെസ്സഞ്ചറിൽ ബന്ധപ്പെട്ട് ഈ ആങ്കർമാർക്ക് ഞാൻ അഡ്രസ്സ് തരാം. കാരണം എനിക്ക് നല്ല ബന്ധം 10-15 വർഷം ഞാൻ അവിടെ നിന്നിട്ടുണ്ട്. ആ ഒരു സ്ഥലത്ത് പോയാൽ മതി. നല്ല റീച്ച് ഉണ്ടാക്കാൻ പറ്റിയ പരിപാടി ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക്. അത് കോൺഗ്രസിന്റെ ചെലവിൽ ഉണ്ടാക്കണ്ട കേട്ടാ. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഞാൻ വൈൻഡപ്പ് ചെയ്യാം. ഒരുപാട് വീഡിയോ നീണ്ടുപോകുന്ന എനിക്ക് അറിയത്തില്ല. ഞാനങ്ങ് വൈൻഡപ്പ് ചെയ്യാം. പക്ഷെ ഞാൻ ഇത് കാരണം ഇന്ന് കാലത്ത് മുതൽ നമ്മൾ കേൾക്കുന്ന യൂത്ത് കോൺഗ്രസിന്റെ പല ഗ്രൂപ്പിനകത്തും പല ഇതിനകത്തും ഗ്രൂപ്പിലെല്ലാം ചർച്ച ചെയ്യുന്ന കാണുന്നുണ്ട്. പക്ഷെ ഞാൻ അതിലൊന്നും മറുപടി പറഞ്ഞിട്ടില്ല. പിന്നെ ഞാൻ ഒറ്റ കാര്യം നിങ്ങളെ മുമ്പിലേക്ക് വെക്കും. ഞാൻ ആദ്യമായിട്ട് റിക്വസ്റ്റ് എൻ്റെ പ്രേക്ഷകരോട് ചെയ്യുന്നതാണ്, യൂത്ത് കോൺഗ്രസിന്റെ സ്റ്റേറ്റ് പ്രസിഡന്റോ അല്ലെങ്കിൽ KPCCയുടെ പ്രസിഡന്റുമായിട്ട് ബന്ധപ്പെടുന്ന ആരെങ്കിലും എൻ്റെ ശ്രദ്ധ ശ്രവിക്കുകയാണെങ്കിൽ ഇവള് എത്രയും പെട്ടെന്ന് പുറത്താക്കി പാർട്ടിയെ രക്ഷിക്കാൻ വേണ്ടി പറയണം. കാരണം ഇവൾ എന്ത് ഗൾപ്പനം കഴിച്ചാലും ഇപ്പം ലേബിൾ കൊടുക്കുന്നത് കോൺഗ്രസിന്റെ അഡ്രസ്സിലാണ് ഇവള് ഉണ്ടാക്കാൻ വേണ്ടി നോക്കുന്നത്, കോൺഗ്രസിന്റെ ചെലവിൽ. മനസ്സിലായ? അതിൽ അങ്ങ് കയറാൻ വിചാരിക്കുന്നത് ഇവള്. പക്ഷെ ആ വിചാരം നടക്കാൻ വേണ്ടി പോലും അത് വിഷയം വേറെ. അപ്പൊ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇതുപോലുള്ള വർഗവഞ്ചകരും ഉണ്ടെങ്കിലും വർഗവഞ്ചകി ഉണ്ടെങ്കിലും അടിച്ച് വെളിയിൽ കളയണം. ഓക്കെ, അപ്പൊ ഏതായാലും ഞാൻ അവസാനിപ്പിക്കുന്നു. എൻ്റെ ശ്രദ്ധ ശ്രമിച്ച മുഴുവൻ പ്രേക്ഷകർക്കും ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്നുകൊണ്ട് 1000 മൂവർണ്ണത്തിൽ ചലിച്ച വിപ്ലവ അഭിവാദ്യങ്ങൾ. അത് ഞാനങ്ങനെ പറയണ പോരാട്ടം അത് തുടരുക തന്നെ വേണം. അത് കുടുംബത്തിൽ നിന്നായാലും ശരി, പുറത്തുനിന്നായാലും ശരി. ഓക്കെ, അത്ര നിർണായക ഘട്ടത്തിലാണ് സ്റ്റേറ്റ് കടന്നു പോകുന്നത്. കാരണം ഈ ഗവൺമെന്റിന്റെ ചെയ്തികളെ കൂടി ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്തൊരു സാഹചര്യത്തിലെ കൂടിയാണ് നമ്മളൊക്കെ കടന്നു പോകുന്നത്. അതിനൊരു മാറ്റം വരുത്തണമെങ്കിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ മുന്നണി അധികാരത്തിൽ വരണം. അത്തരം ഘട്ടങ്ങളിൽ അത്തരം പോരാട്ടങ്ങളുമായി മറ്റുള്ളവർ പോകുമ്പോൾ ഇതുപോലത്തെ കുറേ എണ്ണം വന്ന് മാധ്യമത്തിന്റെ മുമ്പിൽ വന്ന് ഇതുപോലെ വിടുവായിത്തം വിളിച്ചു പറഞ്ഞ് സർക്കാരിന്റെ കൊള്ളരുതായ്മയും തെറ്റുകളും കുറ്റങ്ങളും ചർച്ച ചെയ്യുന്നതും അങ്ങോട്ട് മാറ്റിവെച്ച് ഇവറ്റകളുടെ ഈ കീറഞ്ചാക്ക് 1 രൂപക്ക് 1 കാശിനും കൊള്ളാത്ത കുറെ കടങ്കഥകൾ കൊണ്ടുവന്നിട്ട് വെറുതെ 1 മണിക്കൂർ 2 മണിക്കൂർ വേസ്റ്റാക്കി ചർച്ച ചെയ്തിട്ട് സർക്കാരിന്റെ കൊള്ളരുതായ്മ മുഴുവൻ മൂടി വെക്കുന്ന ഒരു പ്രവണതയിലേക്കാണ് പോകുന്നത്. അതിനെ നമ്മൾ അനുവദിച്ചു കൊടുക്കാൻ പാടില്ല എന്ന് മാത്രം പറഞ്ഞു വെച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ഹൃദയത്തിൽ തട്ടി മൂവനത്തിൽ വിപ്ലവവാദിയാണെന്നതുകൊണ്ട് ഞാൻ നിർത്തുന്നു. ജയ് ഹിന്ദ്, ജയ് നാഷണൽ കോൺഗ്രസ്.